സ്മൃതി, ദേവസ്വം കമ്മീഷണർ കൊടുത്ത കത്തിൽ പറയുന്നു നവംബർ 4-ാം തീയതി സ്പെഷ്യൽ കമ്മീഷണർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിൽ 4,99,57,189 രൂപയാണ് GST അടക്കം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ചിലവായി പറയുന്നത്. എന്നാൽ ആ കണക്ക് അവിടെ ഇരിക്കെയാണ് വിജയൻ അസോസിയേറ്റ്സിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുത്ത റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തുന്നു 9-ാം തീയതി. ആ ഹൈക്കോടതിയിലെത്തുന്ന റിപ്പോർട്ടിൽ 10.99 കോടിയായിട്ട് കാണുന്നു. കണക്കിൽ കളിയോ? കണക്കിൽ കളിയല്ല, കണക്കിൽ തിരിഞ്ഞുകളിയാണ്. ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രശാന്തല്ലേ, ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണല്ലോ. ഇത് നോക്കൂ, ഇന്നത്തെ വ്യത്യസ്ത പ്രതികരണങ്ങൾ നോക്കൂ. VN വാസവൻ പറയുകയാണ്, ദേവസ്വം ബോർഡ് എല്ലാം പറയും, സർക്കാരിന് പറയാൻ അധികാരമില്ല. ദേവസ്വം ബോർഡ് അഡ്വാൻസ് കൊടുത്ത പണം തിരികെ കൊടുത്തിട്ടുണ്ട്, ബോർഡിനോട് കാര്യങ്ങൾ ചോദിക്കാനും സർക്കാരിന് അധികാരമില്ല. എന്തൊരു നിസ്സഹായതയാണ്! സർക്കാരിൻ്റെ ബോർഡിലേക്ക് ആളുകളെ നിശ്ചയിക്കാൻ മാത്രമേ അധികാരമുള്ളൂ, പിന്നെ ഒരു അധികാരവും ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യോഗത്തിനൊക്കെ ദേവസ്വം മന്ത്രി എന്തിനാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ദേവസ്വം ബോർഡ് യോഗത്തിൽ പോകാറില്ല. ദേവസ്വം മന്ത്രി അവിടെ പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് യോഗങ്ങളിൽ പോകാറുണ്ട്. ബോർഡ് യോഗത്തിൽ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി VN വാസവൻ പറഞ്ഞത് അതാണ്. ഇനി അടുത്തത്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ഈ തരത്തിൽ ടെൻഡർ ഇല്ലാതെ കരാർ കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയും. അദ്ദേഹത്തിന് ആകെക്കൂടി വെപ്രാളമാണ്. കാരണം അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന് തലവേദനകളാണ്. ഈ കണക്കുകൾ മുഴുവൻ ഇനി ബോധിപ്പിക്കേണ്ട അദ്ദേഹമാണ്. നിയമപരമായി അല്ലെങ്കിൽ ചട്ടപ്രകാരമായി അദ്ദേഹത്തിനാണ് കാര്യങ്ങൾ പറയേണ്ടത്. ഇനി പ്രശാന്ത് പറയുന്നു, പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണല്ലോ, ഇപ്പോൾ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണ്. ആരാണ് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നത്? അയ്യപ്പ സംഗമം സംഘാടനത്തിനായി ഇതുവരെ ചിലവഴിച്ചത് വെറും 3 കോടി മാത്രമാണ്. ഈ 3 കോടി രൂപയും പൂർണ്ണമായും സ്പോൺസർഷിപ്പായി കിട്ടിയതാണ്. 1 കോടി രൂപ കൂടി സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ട്. മതപരമായ സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്നും 3 കോടി രൂപ സംഘാടനത്തിനായി അഡ്വാൻസായി എടുത്തിരുന്നു. സ്പോൺസർഷിപ്പ് കിട്ടിയ മുറയ്ക്ക് അത് 17/10/25 കൃത്യമായി തിരിച്ചടക്കുകയും ചെയ്തിരുന്നു. ഇതല്ലാതെ 1 രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്നും ചെലവഴിച്ചിട്ടില്ല. ആകെ ചെലവായ തുക സംബന്ധിച്ച് ദേവസ്വം കമ്മീഷൻ 4/11/2025 കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന തുക താങ്കൾ പറഞ്ഞ പോലെ 4.5 കോടിയും GSTയും എന്നാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്തടിസ്ഥാനത്തിൽ നൽകിയെന്നത് അന്വേഷിക്കേണ്ടതാണ്. ഇതിൻ്റെ സമയക്രമം നോക്കണം. ഒന്നാമത്തെ കാര്യം, ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ പോകുമ്പോൾ ഇങ്ങനൊരു പ്രഖ്യാപനം ഓഗസ്റ്റിൽ നടക്കുന്നു. മന്ത്രി VN വാസവൻ നടത്തുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ദേവസ്വം ബോർഡല്ല, മന്ത്രി VN വാസവൻ നടത്തുന്നു. ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമം ആലോചിക്കുന്നു എന്ന്. അതിനുശേഷം പിന്നെ ദേവസ്വം ബോർഡാണ് ക്ഷണം എല്ലാ പരിപാടികളും എന്ന് പറയുന്നു. തനിക്ക് സർക്കാരിന് ഒരിടപാടുമില്ല, സർക്കാരിൻ്റെ പരിപാടിയല്ല എന്ന് പറയുമ്പോൾ സ്വാഗത സംഘം ഓർഡറിൻ്റെ GO ആണ്. സ്വാഗത സംഘം ഓർഡർ GO ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ദേവസ്വം ബോർഡിൻ്റെ സർക്കുലർ അല്ല. അപ്പോൾ അതും ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ പറയുന്ന ഹോട്ടൽ ബില്ല് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് 35 ലക്ഷം വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റിന് പങ്കില്ലേ, സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഈ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, കോടതിയിലേക്ക് വരുന്നു, കോടതിയിൽ 7 ഹർജികൾ വരുന്നു. ഈ പരിപാടി രാഷ്ട്രീയ പരിപാടിയാണ്, അനുവദിക്കരുത് എന്ന് പറഞ്ഞ്. അപ്പോൾ കോടതി പറയുന്നു, ഇത് സർക്കാരിൻ്റെ പണം ചെലവഴിക്കുന്നുണ്ടോ, ദേവസ്വം ബോർഡിൻ്റെ പണം ചെലവഴിക്കുന്നില്ല, എല്ലാം സ്പോൺസർഷിപ്പിലൂടെയാണ്, ഞങ്ങൾ ഇതിൽ നിന്ന് ചെലവഴിക്കുന്നില്ല എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടിക്ക് അനുവാദം കൊടുക്കുന്നു. അതിനുശേഷം 45 ദിവസത്തിനകം കണക്ക് പറയാമെന്ന് പറയുന്നു. ഈ പറയുന്ന കണക്കുകൾ, ഇത്രയും കൃത്യമായ കണക്കുണ്ടെങ്കിൽ 45 ദിവസത്തിനകം നൽകിയാൽ മതിയായിരുന്നല്ലോ. ഈ 144ാമത്തെ ദിവസം എങ്ങനെയാണ് വരുന്നത്? പിന്നെ ഓഡിറ്റ് ചെയ്യുക എന്നത് ഇപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന സ്വകാര്യ സംവിധാനം തന്നെയാണ് ഇത് ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് സ്ഥിരമായി ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന സംവിധാനം തന്നെയാണ്. അപ്പോൾ ഓഡിറ്റർ കളവ് വരുത്തി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നു. ഈ കണക്ക് സ്വാഭാവികമായും ഈ പറയുന്ന ദേവസ്വം ബോർഡിലേക്കും സ്പെഷ്യൽ കമ്മീഷണറേക്കും പോകുന്നു. ഇതൊക്കെ അതിൻ്റെ നേരായ വഴിക്കാന്നേ. സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്ന സംവിധാനം എന്താണ്? കോടതി ഏർപ്പാടാക്കുന്ന സംവിധാനമാണ്. അത് ജില്ലാ ജഡ്ജിയുടെ അധികാരമുള്ള സംവിധാനമാണ്. അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ എന്തോ കള്ളത്തരം ചെയ്തു എന്നാണോ പറഞ്ഞു വരുന്നത്? ആരാണ് ഈ കണക്കിൽ കള്ളത്തരം കാണിക്കുന്നത്? ഇനി 4 കോടി കിട്ടാനുണ്ട് ഈ പറയുന്ന ഊരാളുങ്കലിന് കിട്ടാനുള്ള പൈസ 4 കോടിയാണ്. അപ്പോൾ ഊരാളുങ്കലാണ് ഈ പറയുന്നത്. ഇപ്പോൾ പുതിയൊരു കാര്യം കൂടി വന്നിട്ടുണ്ടല്ലോ, ഈ പാട്ടിൻ്റെ പരിപാടി, ഈ പറയുന്ന സാംസ്കാരിക പരിപാടിക്കായിട്ട് എസ്റ്റിമേറ്റായി 2 ലക്ഷം രൂപയാണ് അതിലേക്ക് മാറ്റിവെച്ചു എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന നന്ദഗോവിന്ദൻ അല്ലേ, ആ ടീം, അവർ ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ അവരെ പരിപാടി വേണമെന്ന് ആഗ്രഹിക്കുന്നു, അവരെ സമീപിക്കുന്നു. അപ്പോൾ അവരെ സമീപിക്കുമ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഡേറ്റ് ഇല്ല, ആ ദിവസം അവർക്ക് പരിപാടി നടത്താൻ ഡേറ്റ് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ആ പേര് അവിടെ കിടക്കുകയാണ്, അത് മാറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത ആളെ വൈക്കം വിജയലക്ഷ്മിയെ സമീപിക്കുന്നു. വൈക്കം വിജയലക്ഷ്മിക്കും സമയമില്ല എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഇഷാൻ ദേവിനെ സമീപിക്കുന്നത്. ഇഷാൻ ദേവിൻ്റെ പരിപാടിക്ക് മാത്രമായിട്ട് 8 ലക്ഷമായി എന്നാണ് പറയുന്നത്. ഇഷാൻ ദേവിൻ്റെ പരിപാടി നമ്മളൊന്ന് പരിപാടി 8 ലക്ഷമായി എന്ന് പറയുന്നു. 8 ലക്ഷം പോയി എന്ന് പറയുന്നത് ഊരാളുങ്കൽ തന്നെയാണ് പറയുന്നത്. 8 ലക്ഷം പോയിട്ടുണ്ടെന്ന് ഊരാളുങ്കലിലെ ആളുകളെ വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഹെഡിൽ ഈ പറയുന്നത് 8 ലക്ഷം എന്നാണ്. ആക്ച്വൽ ബില്ല് 8 ലക്ഷം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള കണക്ക്. പിന്നെ ഈ പറയുന്ന പല കണക്കും 8 കോടി എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞ 8 കോടി എന്ന കണക്ക് എവിടെ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന
എത്രയായിരുന്നു 3,40,00,000 അല്ലേ, 3,40,00,000 ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ടു പറയുന്നു. തിരിച്ചടച്ചു എന്ന് പറയുന്നു. തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല. ആ കണക്കുകൾ എവിടെയാണ് ബോധിപ്പിക്കേണ്ടത്? കോടതിയോട് പറയുന്നേ. കോടതിയിൽ ഇനി പോയി എന്താണ് പറയാൻ പോകുന്നത്? കോടതിയിൽ ഈ 10 ദിവസം കൊടുത്തിട്ടുണ്ടല്ലോ, 10 ദിവസം കഴിഞ്ഞ് കോടതിയിൽ പോയിട്ട് പറയാൻ പോകുന്നത് ഈ സ്പെഷ്യൽ കമ്മീഷണർ കളവ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളതാ ശരിയായ കണക്കുമായിട്ട് വരുന്നു എന്നാണോ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് പറയാൻ പറ്റില്ല. ഇനി പോട്ടെ, ഇനി 17-ാം തീയതി ദേവസ്വം ബോർഡ് ഒരു യോഗം വിളിച്ചിരിക്കുക, പൈസ കിട്ടാനുള്ള അവരുടെ യോഗം. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു യോഗം വിളിക്കുന്നത്? ഇത്രയും തുകയുള്ളെങ്കിൽ ആ യോഗം എന്തിനാണ് വിളിക്കുന്നത്? അവിടേക്ക് ഒരാളെങ്കിലും വിളിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഹോട്ടൽ ഉടമകളെയും, പൈസ കിട്ടാനുള്ള ഹോട്ടൽ ഉടമകളെയും വിളിച്ചിട്ടുണ്ട്, പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉടമകളെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണക്കുകൾ 17-ാം തീയതി സെറ്റിൽ ചെയ്യാൻ വിളിക്കുന്നു. ഇനി എല്ലാം പോട്ടെ, ഈ 5 കോടിയിൽ ഒതുക്കണം എന്നുള്ളതാണ് ജയകുമാർ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഒതുക്കിയേക്കണം. ഈ പറയുന്ന പരിപാടികൾ നടക്കില്ല എന്ന് അദ്ദേഹം കർശനമായ തീരുമാനം എടുക്കുകയാണ്. ഇനി കണക്കൊപ്പിക്കണമെന്നേ. കണക്കൊപ്പിക്കുമ്പോൾ വേറെ എന്തൊക്കെയോ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ വ്യക്തതയില്ലാതെ പെരുമാറുന്നത് ഉത്തരവാദപ്പെട്ട സർക്കാരും ഉത്തരവാദപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2 തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കോടതി ബോധിപ്പിച്ചാൽ മതി എന്നേ. കോടതിയിൽ നിന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മളാരും നേരത്തെ പോയി ഈ പറയുന്ന എവിടെയാ കണക്കെന്ന് ചോദിച്ചിട്ടില്ല. സർക്കാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും എന്താ 2 കണക്ക് പറഞ്ഞു? അല്ലേ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സർക്കാർ പറഞ്ഞു 2 കണക്കെന്നല്ല, സർക്കാരിന് ഒന്നും ഉത്തരവാദിത്തമില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കറിയില്ല, ബോർഡിനെ അറിയുള്ളൂ എന്നാണ് പറയാണ്. സ്വാഗതം പറയാനുള്ള ജിയോ ഇറക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഹോട്ടൽ ബില്ലുകൾ പോകുന്നത് ഈ പറയുന്ന പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ്. അവിടെയൊക്കെ സർക്കാർ വരുന്നു. പക്ഷേ ഞങ്ങൾക്കറിയില്ല എന്ന് പറയും. ഞങ്ങൾക്കറിയില്ലല്ലോ, ഇത് രാഷ്ട്രീയ പരിപാടിയാണെന്നല്ലേ നമ്മൾ തുടക്കം മുതൽ പറയുന്നത്. രാഷ്ട്രീയ പരിപാടിയാണ്, അത് സർക്കാരിൻ്റെ പരിപാടിയാണ്. സർക്കാരിൻ്റെ പരിപാടി ദേവസ്വം ബോർഡിനെ കൂടി ചെയ്യിച്ചതാണ്. അതിലൊരു പക്ഷം പ്രശാന്ത് നിസ്സഹായനായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിസ്സഹായതയിൽ നിന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്ന കണക്കുകളാണ്. നല്ല ഗംഭീരമായി നടത്തണം, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല ഗംഭീരമായിട്ട് ഈ പരിപാടി നടത്താം. നമുക്ക് നമ്മുടെ ഖജനാവിൽ പൈസ ഇല്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഖജനാവിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഗംഭീരമായി നടത്തണം, എല്ലാവരെയും ക്ഷണിക്കണം. അപ്പോൾ നല്ല ഗംഭീരമായി നടത്തണം എന്നുള്ളതുകൊണ്ട് ആ ഗംഭീരമായ നടത്തിപ്പിൽ ഈ വന്ന അതിഥികൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളുടെ കാര്യത്തിലും വിഭൂതിയും നെയ്യും ഒക്കെ ചേർന്നൊരു പ്രത്യേക കിറ്റുണ്ട്. ആ കിറ്റിന്റെ പൈസ എത്രയാണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടില്ല. അല്ല, അയ്യപ്പ വിഗ്രഹത്തിന്റെ വിഗ്രഹം എല്ലാം കൂടെ ചേർത്തുള്ള ഒരു കിറ്റാണ്. ആ കിറ്റിൽ പല സാധനങ്ങളും ഉണ്ട്. അത് നമ്മുടെ ഇതിലുണ്ടല്ലോ, കോടതി ഉത്തരവിലുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ കണക്കിൽ കളിയല്ല, കണക്കിൽ തിരിഞ്ഞു കളിയാണ്. ഓക്കെ. Meet the editors.